ഒരു മാസത്തിലധികമായി പശ്ചിമേഷ്യയിൽ രൂക്ഷമായി തുടരുന്ന സംഘർഷം താൽക്കാലികമായി അവസാനിക്കുന്നതായാണ് പ്രതീക്ഷ. രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയും പ്രസ്താവന ഇറക്കി. ഇതോടെയാണ് ഒരു മാസത്തിലേറെയായി പശ്ചിമേഷ്യയിൽ തുടർന്ന സംഘർഷത്തിന് വിരാമമായത്. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുമുള്ള ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനമുണ്ടായത്. എന്നാൽ ഇവിടെ ഇസ്രയേലിന്റെ നിലപാട് നിർണായകമാണ്. പലപ്പോഴും അമേരിക്കയും ഇറാനും സമാധാനത്തിന്റെ വക്കിലെത്തിയെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഇസ്രയേൽ ഇറാനിൽ രൂക്ഷമായ ആക്രമണം നടത്തുന്നതാണ് പതിവ്. യുദ്ധം നിർത്താൻ താല്പര്യമില്ലാത്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യാറ്. വരും മണിക്കൂറുകൾ ഇനിയും നിർണായകമാക്കും. എങ്കിലും ഇറാനിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആദ്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട്. ഇറാനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ലോകത്തെ ആശങ്കയിലാക്കിയ മണിക്കൂറുകൾക്കൊടുവിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വെടിനിർത്തലിനുള്ള പാകിസ്ഥാൻ അഭ്യർത്ഥന മാനിച്ചാണ് ഇതെന്നും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ ട്രംപ് പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് മുന്നോട്ട് വെച്ച രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിച്ചതായി ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇറാൻ നാഗരികത ഇന്ന് രാത്രി ഇല്ലാതാക്കുമെന്ന കടുത്ത ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൊവ്വാഴ്ച ഇറാനുമായി രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്ക ധാരണയായത്. രണ്ടാഴ്ചത്തേക്ക് ശത്രുത അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു കൊടുക്കാനും ഈ കരാർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്താൻ ഈ രണ്ടാഴ്ചത്തെ സമയം അമേരിക്ക ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ ട്വീറ്റിലൂടെ നടത്തിയ അഭ്യർത്ഥന മാനിച്ചും തങ്ങളുടെ 15 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണമെന്ന അമേരിക്കയുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇറാൻ കൈക്കൊണ്ടത്.